ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ 12ാമത്തെ ശ്ലോകത്തിൽ ഗുരു നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ പരിമിതിയെക്കുറിച്ച് ആണ് സൂചിപ്പിക്കുന്നത്. ഗുരു പറയുന്നു, തൊലിയും എലുമ്പും മലം ദുരന്തമന്ത കലകളുമേന്തും അഹന്തയൊന്നു കാണുക. പൊലിയും ഇതന്യ പൊലിഞ്ഞ് പൂർണ്ണമാകും വലിയൊരഹന്ത വരാ വരം തരേണം. ഇവിടെ തൊലിയും എലുമ്പും മലം നമ്മളുടെ ഈ പഞ്ചഭൂത സംഘാതമായ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ശരീരത്തെ ആണ് പറയുന്നത്. തൊലി, എലുമ്പ്, എല്ല്, ഇങ്ങനെ ഓരോ ഭൂതങ്ങളെയും പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ കാലത്ത് ശരീരബോധം അതിശക്തമായിട്ട് നിലനിർത്തിക്കൊണ്ടു പോകുന്ന സന്ദർഭവും കൂടിയാണ്. ഈ നശിച്ചു പോകുന്ന, ജനിച്ചപ്പോൾ തുടങ്ങി നശിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മളുടെ ഭാരതം. അതിനു വേണ്ടി ചെലവഴിക്കുന്ന പണവും സമയവും നമ്മളുടെ വിവേകത്തിൻ്റെ അഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആത്മോപദേശ ശതകം പോലെയുള്ള കൃതികൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മോശമായിട്ട് ആണ് മനുഷ്യ ശരീരത്തെ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്നുള്ള കാഴ്ചപ്പാടുകൾ കാണാൻ പറ്റും. അവരുടെ ചിന്താഗതികളെ മാറ്റുക എന്നുള്ളതല്ല ഇവിടെ ഗുരുക്കന്മാർ ചെയ്യുന്നത്. ഈ തലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടും ശാന്തിയും സമാധാനവും ലഭിക്കാത്ത വ്യക്തികൾ ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ ആ ഗുരു ഈ ഭൗതികമായിട്ടുള്ള സുഖത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെ ഇങ്ങനെ അവതരിപ്പിക്കേണ്ടി വരുന്നത്. ഇപ്പം നമ്മളുടെ ഒരു പ്രായം കഴിയുമ്പോൾ ഈ തൊലിയൊക്കെ ചുക്കിച്ചുളിയും, അസ്ഥിക്ക് ബലക്ഷയം ഉണ്ടാവും. അതേപോലെ മറ്റ് ഓരോ ഭൂതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പോൾ മുടി നരയ്ക്കുന്നു, താടി നരയ്ക്കുന്നു. നമ്മളുടെ മൾട്ടിനാഷണൽ കമ്പനികൾ പറയുന്നു മുടിയൊക്കെ നരയ്ക്കാതെ കറുപ്പായിട്ട് സൂക്ഷിക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രായമായിട്ടുള്ള, ശരീരബുദ്ധി അധികമുള്ള, അത്രമാത്രം അന്ധത ബാധിച്ചിട്ടുള്ള വ്യക്തികൾ പ്രായമുള്ള സമയത്തും ഈ മുടി കറുപ്പിച്ച് സുന്ദരനും സുന്ദരിയായിട്ടൊക്കെ നടക്കാൻ ശ്രമിക്കും നമ്മൾ കാണാം. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ശരീരത്തിൻ്റെ ജരാനരകളെ എന്തിനു വേണ്ടിയാണ് നമ്മൾ മറച്ചു വെക്കുന്നത്? ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ കുറച്ച് മാറിയാണ്. അവർ മുടികൾക്ക് പല വിധത്തിലുള്ള കളറുകൾ കൊടുത്ത് അതാണ് ഭംഗി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ ഒന്നും അവരുടെ തലത്തിൽ അത് തെറ്റാണെന്ന് പറയുക എന്നുള്ളതല്ല, മറിച്ച് ഈ നശിച്ചു പോകുന്ന ശരീരത്തോട് ഇത്രമാത്രം ആസക്തി, അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകണ്ട എന്ന് മഹർഷിമാർ സൂചിപ്പിക്കുകയാണ്. കാരണം
അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. നേരെ മറിച്ച് അതിൻ്റെ പരിമിതിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴോ നമ്മൾക്ക് അത്രയും ദുഃഖത്തിൻ്റെ ആഴം കുറയും. അപ്പോൾ ഇത്രയുമൊക്കെ നമ്മൾ മണിക്കൂർ കണക്കിന് കണ്ണാടിയുടെ മുൻപിൽ ഈ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ ചിലവാക്കി ഇതൊക്കെ നമ്മൾ സുന്ദരനായിട്ടും സുന്ദരിയായിട്ടൊക്കെ ഇരുത്താൻ ശ്രമിക്കുമ്പോഴും ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വളരെ ദുർഗന്ധമുള്ള വസ്തുക്കളാണ്. മലം ഇപ്പോൾ ഒരു സഞ്ചിയാണ്, ഒരു ഭാണ്ഡക്കെട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ശരീരം എന്ന് പറയുന്നത് പല അഴുക്കുകൾ നിറച്ചിട്ടുള്ള ഒരു ഭാണ്ഡക്കെട്ടാണ്. അതിനകത്ത് തൊലിയുണ്ട്, മലമുണ്ട്, രക്തമുണ്ട്, മൂത്രമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ശരീരത്തിന് ബലം നൽകുന്നത് മലവും കൂടിയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ അറിവ് ഉപയോഗിച്ച് അതിൻ്റെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതൊരു അഹന്തയാണ്. ഇങ്ങനെ ഇതിനെല്ലാം കൊണ്ടു നടക്കുന്നത് ദുരന്തം, അന്ധക്കലകളും ഏന്തും ഒരഹന്ത. ഒന്ന് നീ കാണൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യൂ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആ ഒരു തിരിച്ചറിവാണ് ഇതിലൂടെ ഗുരു നമുക്ക് നൽകാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ പൊലിഞ്ഞ് പൂർണ്ണമാകും. ഇത് ഒക്കെ പൊലിഞ്ഞു പോകും, ഇല്ലാതായി പോകും. ഈ ശരീരം, പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം പൊലിഞ്ഞു പോകുന്നതാണ്. പൊലിഞ്ഞ് പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ പൂർണ്ണതയോടുകൂടി നിൽക്കുന്നത് മറ്റൊന്നാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വലിയൊരു അഹന്ത വരാവരം തരയണം. ഇവിടെ എനിക്ക് ഇല്ലാത്ത അഹങ്കാരം, ഞാനെന്ന ഭാവം തരാതെ ഇരിക്കണം. അതിനുള്ളൊരു വരമാണ് നൽകേണ്ടത്, അല്ലെങ്കിൽ ആ തിരിച്ചറിവാണ് എനിക്ക് ഉണ്ടാകേണ്ടത് എന്ന് പറയണം. അപ്പോൾ ഒരു സത്യാന്വേഷിക്ക്, ഒരു ജിജ്ഞാസുവിന് ഉണ്ടാകേണ്ട അന്വേഷണത്തിൻ്റെ ഒരു തലം കൂടിയാണ് അവൻ എങ്ങനെയാണ് അത് അന്വേഷിക്കേണ്ടത്, അന്വേഷിച്ച് കഴിയുമ്പോൾ കണ്ടെത്തുന്നത്. അപ്പോൾ അതിനുള്ള ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും അതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.